പത്തനംതിട്ട പോക്സോ കേസിൽ 3 പ്രതികൾ കൂടി കസ്റ്റഡിയിൽ. പമ്പയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഒരു എഫ്ഐആർ കൂടി പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെ എഫ്ഐആറുകളുടെ എണ്ണം 8ആയി. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ഇതുവരെ 20 പ്രതികളാണ് അറസ്റ്റിലായത്. പിടിയിലായ പ്രതികളെ അന്വേഷണ സംഘം തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, നാട് നടുങ്ങുന്ന ക്രൂരതയാണ്. ഒരു നാട് മൊത്തം പ്രതികളാവുന്ന സാഹചര്യവുമാണ്. പകുതിയിൽ താഴെ പേരെ മാത്രമേ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളൂ, അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളൂ. മറ്റ് അറസ്റ്റുകൾ ഇന്നുണ്ടാകുമോ? എങ്ങനെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? തന്നെ 2 ദിവസങ്ങളിലായി 23 പേരെയാണ് പ്രതിപ്പട്ടികയിൽ നിന്നും പോലീസിന് പിടികൂടാനായിട്ടുള്ളത്. അതിൽ ഇന്നലെ രാത്രി 3 പേരെ പമ്പയിൽ നിന്നും പിടികൂടി. ഇതിലൊരാൾ പമ്പയിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലെ ജീവനക്കാരനാണ്. ഇന്നും കൂടുതൽ പ്രതികളെ പിടികൂടാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ മുഴുവൻ പ്രതികളെയും, പത്തനംതിട്ട ജില്ലയ്ക്കുള്ളിലുള്ള മുഴുവൻ പ്രതികളെയും പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്ന, പെൺകുട്ടി തന്നെ സേവ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന 42 പേരുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടുന്ന നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പിടികൂടിയ പ്രതികളിൽ 14 പേരെയോളം റിമാൻഡ് ചെയ്തു. ബാക്കി ശേഷിക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ കസ്റ്റഡിയിലുള്ളത്. അവരുടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവരെയും ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും. അതിനു മുൻപ് തന്നെ ഇവരെ ഈ സംഭവം നടന്ന, കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഇതിൽ പത്തനംതിട്ട ജില്ലയ്ക്കുള്ളിലുള്ള എല്ലാവരെയും തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അവരെല്ലാം ഈ ഒരു ദിവസത്തോടെ തന്നെ പിടിയിലാകുമെന്ന് തന്നെയാണ് സൂചന അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം പെൺകുട്ടിയെയും മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി വിശദമായി മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഒരു പ്രധാന തെളിവാണ്. കാര്യം ഈ മൊബൈൽ ഫോൺ വഴിയാണ് പെൺകുട്ടി പ്രതികളുമായി പലരുമായും സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ ഒന്നുകൂടെ വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ ഒന്നുകൂടി വിശദമായി മൊഴിയെടുക്കേണ്ടതുണ്ട്. കാരണം വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പലരും പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്നടക്കമുള്ള മൊഴി പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി മൊഴിയെടുക്കും. അതോടൊപ്പം പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് അത്രയും ഞെട്ടലുണ്ടാക്കുന്നത്. കാരണം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുടുംബവുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ അടുപ്പമുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷേ ഇത്രയും കാലം ഇതങ്ങനെ മൂടിവെക്കപ്പെടുക, ഇല്ലെങ്കിൽ ഈ ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വലിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേഷനിലാണ് നന്ദുഷ കേസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇത് അന്വേഷിക്കുന്നത് നിലവിൽ? തന്നെ നിലവിൽ 8 എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആറും ബാക്കി എല്ലാ പത്തനംതിട്ട ടൗൺ പോലീസ് സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യമായി കേസിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. ആദ്യം പിടിയിലായ 5 പേരിൽ സുബിൻ എന്നയാൾ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റിലായത്. ഇദ്ദേഹമാണ് ഈ പെൺകുട്ടിയെ ആദ്യമായി ഉപദ്രവിച്ചതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത്. ബാക്കിയുള്ളവരെ എല്ലാം പത്തനംതിട്ട ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ കൂടെ ഈ കേസിൽ വന്നതോടെ ദ്രുതഗതിയിൽ തന്നെ പ്രതികളെ എല്ലാം പിടികൂടാനുള്ള ഒരു ശ്രമവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. തെളിവെടുപ്പ് നടപടികൾ ഉൾപ്പെടെ ശാസ്ത്രീയമായ മൊബൈലിൻ്റെയൊക്കെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ഉടൻ പൂർത്തിയാക്കി മുഴുവൻ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ഇന്നലെ പിടിയിലായ കൂട്ടത്തിൽ ഒരു +2 വിദ്യാർത്ഥി ഉൾപ്പെടെ ഉണ്ട്. ഈ പിടിയിലായ പ്രതികളിൽ പലരും കുറ്റകൃത്യം നടക്കുന്ന സമയത്ത്, പീഡനം നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാവും ഇവരുടെ നിയമ നടപടികളൊക്കെ ഇവർക്കെതിരെ സ്വീകരിക്കുക, എഫ്ഐആർ ഉൾപ്പെടെ എഴുതുക എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ധന്യ മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, നന്ദുഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.